ശ്രീനാരായണ പരമഗുരവേ നമഃ. യദ്ദർശനം നിഖിലദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യഘനാശ്വകാനി ധാത്രേ പുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ മന്ത്രങ്ങളുടെ അർത്ഥം നമ്മളിങ്ങനെ കുറേശ്ശെ മനസ്സിലാക്കി മനനം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ വിഗ്രഹങ്ങളെ അനുകൂലിച്ചിരുന്നു എന്നുള്ളത് ആണ് ചോദ്യം. ആശയം അതാണ്. അപ്പം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ത് അർത്ഥത്തിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് വെറുമൊരു ചോദ്യം ചോദിക്കലാണോ, അതിൻ്റെ പുറകിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉത്തരമാണോ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം ഗുരുവിൻ്റെ ജീവചരിത്രമോ ഗുരുവിൻ്റെ കൃതികളോ ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകളോ ഗുരുവിൻ്റെ ജീവിത ഗന്ധിയായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കൊടുക്കാം. ഒന്ന്, ഗുരുവിന് വ്യക്തിപരമായിട്ട് ആവശ്യമുണ്ടായ ഒന്നല്ല വിഗ്രഹങ്ങൾ. ഗുരുവിനെ ചുറ്റിപ്പറ്റി ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം. അവർക്ക് സാത്വികമായിട്ടുള്ള ഈശ്വര ആരാധന നിഷിദ്ധമായിരുന്ന ഒരു കാലം. പറയത്തക്ക രീതിയിൽ പഠിപ്പ് ഇല്ലാതിരുന്ന ആളുകൾ. എപ്പോഴും മനുഷ്യന് ഈശ്വരനെ, ദൈവത്തെ കൂട്ടുപിടിച്ചാൽ മാത്രമേ അവനൊരു മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ ഉണ്ടായ അന്നു മുതൽ അവൻ പ്രകൃതിയെ ആരാധിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് പടിപടിയായി ഉദാത്തമായിട്ടുള്ള തലത്തിലേക്ക് അവൻ എത്തിപ്പെട്ടു. പക്ഷേ അങ്ങനെ വന്നപ്പോഴും ഇന്നും ഇത്രയും ആധുനികമായിട്ട് വിദ്യാഭ്യാസം ലഭിച്ചു എന്ന് കരുതുമ്പോഴും ഏറ്റവും പ്രാകൃതമായി ചിന്തിക്കുന്ന ജനങ്ങൾ, മനുഷ്യരിവിടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലത്ത് ഗുരുദേവൻ വിഗ്രഹത്തെ അനുകൂലിച്ചിരുന്നോ പ്രതികൂലിച്ചിരുന്നോ എന്നുള്ളതല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം. ഗുരു ക്ഷേത്രങ്ങളിൽ വിഗ്രഹപ്രതിഷ്ഠകൾ നടത്തിക്കൊടുത്തതിൻ്റെ കാരണം തമോ ഗുണത്തിൽ നിന്നും സാത്വികമായിട്ടുള്ള തലത്തിലേക്ക് ഈശ്വര ആരാധന നടത്തുവാൻ വേണ്ടി ആ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ആണ് ആ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു കൊടുത്തത്. അത് ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഗുരുവിൻ്റെ പ്രതിഷ്ഠാ രീതി വളരെ ശാസ്ത്രീയമായിരുന്നു. വിഗ്രഹത്തിൽ നിന്ന് കണ്ണാടിയിലേക്കും കണ്ണാടിയിൽ നിന്ന് വിഗ്രഹമില്ലാത്ത അവസ്ഥയിലേക്കുമാണ് ഗുരു ഇവരെ കൈപിടിച്ച് ഉയർത്തിയത്. അപ്പോൾ മനുഷ്യൻ്റെ പടിപടിയായിട്ടുള്ള ഒരു വികാസമാണ് ഗുരു ഇവിടെ കാട്ടിത്തരുന്നത്. മഹാന്മാരെല്ലാം അങ്ങനെയായിരുന്നു. അത് അവർക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്.
പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന പല ഇസങ്ങളിലും വലിയ ആധുനിക ചിന്തകന്മാരെന്ന് അഭിമാനിക്കുന്നവരും, അതല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുന്നു എന്ന് പറയുന്നവരും, മതേതരവാദികളും പരിഷ്കാര ചിന്തകൾ ഉണ്ട് എന്ന് അഭിമാനിക്കുന്നവരൊക്കെ വിഭാഗീയമായ തരത്തിൽ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠയും ഗുരുവിൻ്റെ അതിനോടുള്ള അനുകൂല മനോഭാവമൊക്കെ സാധാരണക്കാരൻ്റെ, കാരണം വേറൊരു വ്യക്തിയുടെ ആവശ്യം എന്താണ് അതറിഞ്ഞ് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അതിനോടനുബന്ധിച്ച് ഈ കൈക്കൂലി വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ചോദ്യവും അദ്ദേഹം ചോദിച്ചിരുന്നു. അതൊക്കെ നമ്മുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ സമൂഹത്തിൽ ഒരുപാട് അഴിമതികൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് നമ്മൾ 1-2 പേർ വിചാരിച്ചാൽ മാറ്റാവുന്ന കാര്യവുമല്ല. തന്നെയല്ല, ഈ സമൂഹത്തിൽ അങ്ങനൊരു ടെൻഡൻസി നിലനിൽക്കുന്നതിന് കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. അത് എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയം നമ്മുടെ ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള അഴിമതികളും അസമത്വങ്ങളും ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എത്രമാത്രം സാധിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും. അല്ലാതെ നമുക്കിവിടെ വാദിക്കുവാനോ ജയിക്കാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ല. നമുക്ക് പരിമിതമായ ഇതിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ, അവനവനിൽ ഉണ്ടാക്കാൻ പറ്റും, ആ ഒരു തലത്തിലാണ് നമ്മുടെ ചർച്ചകൾ ഇവിടെ പോകുന്നത്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ പെരുമാറേണ്ടതും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ എന്തിനാണ് പൂജിക്കേണ്ടത്, ഗുരുവിനെ പൂജിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്, ഈ മന്ത്രങ്ങളുടെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിലുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പരിവർത്തനങ്ങൾ, നമുക്ക് ഗുരു എത്രയോ അധികം കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അതിന് ഒരു നന്ദിയായിട്ട് നമുക്ക് ഗുരുവിനെ പൂജിക്കാൻ, അത് നമ്മുടെ ഒരു കടപ്പാടാണ്. അപ്പോൾ അങ്ങനെ പല പല തലങ്ങളിലാണ് നമ്മൾ ഗുരുവിനെ ആരാധിക്കുന്നത്, ഗുരുവിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൂജിക്കുന്ന പോലെ മറ്റൊരാൾ പൂജിക്കണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല. പക്ഷേ മനുഷ്യരാശിക്ക് ഗുരു നൽകിയ സംഭാവനകൾ അത് ഏത് മനുഷ്യനും സ്വീകരിക്കാവുന്നവയാണ്. അതിനകത്ത് യാതൊരു വിഭാഗീയതയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പ്രത്യേക ഒരു വിശ്വാസ സംഹിതയോ അല്ല. തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യകുലത്തിനും അതുപോലെ തന്നെ പ്രകൃതിക്കും ഇണങ്ങുന്ന രീതിയിൽ ഗുരു നമ്മൾക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാത്മാക്കളെയാണ് നമ്മൾ പൂജിക്കേണ്ടത്, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മാതൃകയായി കാണേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയോ സിനിമാ നടന്മാരെയോ നടിമാരെയോ ഒന്നുമല്ല. മൂല്യങ്ങളുള്ളവരെ, അതാരിലാണോ മൂല്യമുള്ളത്, വെറുതെ പറയുന്നതിലല്ല, ജീവിതത്തിൽ കൂടി അത് ഉള്ളവരെ നമ്മൾ മാതൃകയായിട്ട് കാണണം. അങ്ങനെ വരുമ്പോൾ നമ്മളിലും ആ ഒരു ഗുണം ഉണ്ടാകും. തീർച്ചയായിട്ടും ആ രീതിയിലായിരിക്കണം ആകട്ടെ നമ്മളുടെ അന്വേഷണവും ചിന്തയും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അടുത്ത മന്ത്രത്തിൽ പറയുന്നത് ഓം നിശ്ചലായ നമഃ. നിശ്ചലം അല്ലേ, ചലിക്കാത്ത അനങ്ങാത്ത ഒന്നിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഗുരു നിശ്ചലനാണെന്ന് പറയുന്നു. മോദസ്ഥിതനായങ്ങു വസിപ്പൂ മല പോലെ എന്ന് ആശാൻ പാടിയിട്ടുണ്ട്.
ഇവിടെ പരബ്രഹ്മത്തിൻ്റെ പര്യായമാണ് നിശ്ചലം ആയിട്ടുള്ള അവസ്ഥ. കാരണം ആത്മാ, പരമ്പൊരുൾ, പരബ്രഹ്മം അത് എങ്ങും ചലിക്കുന്നില്ല, നിശ്ചലമാണെന്ന് പറയുന്നു. നമുക്കൊരു പക്ഷേ ആദ്യം അത് കേൾക്കുമ്പോൾ അതിന് യുക്തിയില്ലെന്ന് തോന്നും. നിശ്ചലമായിരിക്കുന്നതിന് എന്ത് ചൈതന്യമാണുള്ളത്? ഇപ്പം നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ ചലിക്കുന്നതിന് മാത്രമാണ് നമ്മളൊരു ചൈതന്യം പറയുന്നത്. ഇപ്പം ഇവിടെ പറയുന്നു നിശ്ചലായ നമഃ. കാരണം ഈ പരബ്രഹ്മം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ദൈവം ഇല്ലാത്ത സ്ഥലം ഇല്ല. എല്ലാ സ്ഥലത്തും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ്. ചലിക്കണമെങ്കിൽ ഇല്ലാത്ത സ്ഥലത്തേക്കേ ചലിക്കാൻ പറ്റുള്ളൂ, മാറാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളൊരു പൊരുൾ ഇവിടെ നിന്ന് മാറ്റി വെക്കുന്നു, ചലിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അതില്ല. പക്ഷെ ഇവിടെ പരമ്പൊരുളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്താണ്? അത് ഇല്ലാത്ത അത് എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അതിന് ചലിക്കേണ്ട ആവശ്യമില്ല, ചലനം ഇല്ലാത്തതാണ്. അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നതാണ്. മഹിമാവാർന്ന നിൻപദം അല്ലേ? അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. അപ്പോൾ നിൻ്റെ പദം എന്താണ്? ഇവിടെ ഇല്ലാത്ത സ്ഥലമില്ല. അകവും പുറവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അകവും പുറവും പറയുന്നത്? നമ്മൾ ചോദിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നമ്മൾ പരബ്രഹ്മത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഒക്കെ നമ്മളുടെ ധാരണ കൂടുതൽ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒന്നാണ്. ഈ നിശ്ചലമായിട്ടുള്ള എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് പരമ്പൊരുളെങ്കിൽ ചില ആളുകൾ എന്തിനാണ് സമാധിയിലേക്ക് പോകുന്നതും വരുന്നതും? പലപ്പോഴും നമ്മൾ ദ്വൈതത്തിലാണ്, ഈ ചലനമൊക്കെ സംഭവിക്കുന്ന ദ്വൈതത്തിലാണ്. അദ്വൈതത്തിൽ യാതൊരു ചലനവുമില്ല, വികാര വിചാരങ്ങളൊന്നുമില്ല. അതില്ലാത്ത ആ ഒന്നിനെയാണ് നമ്മൾ പരമ്പൊരുൾ എന്ന് പറയുന്നത്, പരം ബ്രഹ്മ എന്ന് പറയുന്നത്. പരമാത്മാ, അതുപോലെ ഞാൻ എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. ഇത് വേദാന്തി അല്ലെങ്കിൽ ജ്ഞാനി, അദ്വൈതി പറയുന്നത് ഇതിനെ പ്രത്യേകിച്ച് എങ്ങും പോയി പ്രാപിക്കേണ്ടതായിട്ടില്ല. അത് ഈ ഇന്ദ്രിയങ്ങളെല്ലാം ബോധപൂർവം അടക്കി സമാധി അവസ്ഥയിൽ പോയാൽ മാത്രമേ അനുഭവം ഉണ്ടാകുകയുള്ളൂ എന്ന് വേദാന്തി ഒരിക്കലും പറയുന്നില്ല, അദ്വൈതി ഒരിക്കലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്വൈതി ഒരിക്കലും ഞാൻ സമാധിയിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു എന്ന് പറയാറില്ല. ഉപനിഷത്തിലോ ഗീതയിലോ ബ്രഹ്മസൂത്രത്തിലോ എങ്ങും തന്നെ ഈ ഒരു സമാധി പ്രാപിച്ചാൽ മാത്രമേ ജ്ഞാനം ഉണ്ടാകുകയുള്ളൂ, സാക്ഷാത്കാരം ഉണ്ടാകുകയുള്ളൂ എന്നും പറയുന്നില്ല. അത് യോഗ ദർശനത്തിലാണത് വരുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്? സവികൽപ്പ സമാധി എന്നും നിർവികൽപ്പ സമാധി എന്നൊക്കെ പറഞ്ഞ് സമാധിയിൽ പോവുകയും വരികയും ചെയ്യുന്നത്. ഈ പോക്കും വരവും ദ്വൈതത്തിൽ മാത്രമാണുള്ളത്. എങ്ങും പോകാതെയും എങ്ങും വരാതെയും ഇരിക്കുന്നത് ആണ് പരമ്പൊരുളെന്ന് സാക്ഷാത്കരിച്ച മഹാത്മാവ്. ഒരിക്കലും അതിനുവേണ്ടി ശ്രമിക്കാറില്ല. അപ്പോൾ ഇവിടെ നിശ്ചലായ നമഃ എന്ന് നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യവും കൂടി അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും നമ്മളിൽ സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പലപ്പോഴും അങ്ങനെ ഒരു ധാരണ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആധ്യാത്മിക ലോകത്ത് ഒരുപാട് ആളുകൾ അവരിങ്ങനെ സമാധിയിൽ പോയി കഴിയുമ്പോൾ അവർക്ക് ജ്ഞാനമുണ്ടാകുന്നു, സിദ്ധികളുണ്ടാകുന്നു, അവർ തിരിച്ചു വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു സ്റ്റുഡൻറ്റും സുഹൃത്തും കൂടിയാണ്. അയാൾ ഒരിക്കൽ അവരുടെ വീടിൻ്റെ അടുത്ത്
ഒരു മാതാജിയെ കൊണ്ടൊരാൾ അത് അവരുടെ ശിഷ്യനെ പോലെ ഒരാൾ വന്നു. അപ്പോൾ പരിചയപ്പെട്ടിരുന്നു. ഈ മാതാജി ഒന്നും സംസാരിക്കാത്ത ആളാണ്, കൂടെയുള്ള ആളാണ് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഈ മാതാജി എപ്പോഴും സമാധി നിലയിലാണ് എന്നാണ് ഈ കൂടെയുള്ള ആൾ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പലർക്കും പല കൗതുകം തോന്നി. അങ്ങനെ മാതാജിയെ സന്ദർശിക്കാനായിട്ട് പോയി. അപ്പോൾ ആ മാതാജി ഒന്നും മിണ്ടാതിരിക്കുക. മറ്റു കാര്യങ്ങളൊക്കെ കൂടെയുള്ള ആളാണ് പറയുന്നത്. അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, ഇന്നതുപോലെയൊക്കെയാണ്, എപ്പോഴും സമാധി അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം കുറേ വിവരണങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മിണ്ടാതിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് തോന്നി. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുമായിരുന്നു, അവർ വലിയൊരു നിലയിലിരിക്കുന്ന ഒരമ്മയാണ്, സ്വാമി വേണമെങ്കിലൊന്ന് പോയി കണ്ടോളാൻ പറഞ്ഞു. കുറേ നേരം ഇതൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും ഇവർ പറയുന്നതിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചു, അവർ സമാധിയിലാണ് എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? ഒരാൾ മിണ്ടാതിരുന്നാൽ ആൾ സമാധിയിലാണെന്ന് വിശ്വസിക്കുന്നത് മണ്ടന്മാരാണെന്ന് പറഞ്ഞു. മിണ്ടാതിരുന്നാൽ എന്തോ അവരിങ്ങനെ ഇത് ഒരു ഉയർന്ന നിലയിലാണ്, അത് കൂടെ ഇരിക്കുന്ന ആളാണ് പറയുന്നത് ഉയർന്ന നില എന്ന്. ചോദിച്ചാൽ നിങ്ങളൊക്കെ ഇത്രയും പഠിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് ചോദിച്ചു. അപ്പോൾ ഗീത പഠിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ കൂടെയൊക്കെ ഇത്രയും നാൾ നടന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ മണ്ടത്തരത്തിൽ മാത്രം? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ശക്തമായി സൂചിപ്പിച്ചപ്പോൾ അവർക്കൊരു സംശയം. അങ്ങനെ വീണ്ടും അവർ അവിടെ പോയി. എന്തിനു പറയുന്നു, 2-3 പ്രാവശ്യം വീണ്ടും സന്ദർശനം നടത്തിയപ്പോഴാണ് അതൊരു കള്ളത്തരമാണ് എന്ന് മനസ്സിലായത് അവർക്ക്. അപ്പോൾ ഈ വക കാര്യങ്ങളിങ്ങനെ ഒരാളെ മിണ്ടാതിരുത്തിക്കുക, എന്നിട്ട് പിന്നെ മറ്റേ കൂടെയുള്ള ആൾ അതിന് വിശദീകരണം കൊടുക്കുക. ഇനി അഥവാ സമാധിയിലാണ് എങ്കിൽ ഈ ചെന്ന് കാണുന്ന ആളുകളോട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് പ്രയോജനം? ഒരാൾ സമാധിയിലുണ്ടെങ്കിൽ അയാൾക്ക് ഗുണമുണ്ട്. ഇപ്പം ഞാൻ ഇതിനെ സാക്ഷാത്കരിച്ചാൽ എനിക്കാണ് ഗുണം, നിങ്ങൾ സാക്ഷാത്കരിച്ചാൽ നിങ്ങൾക്കാണ് ഗുണം. പിന്നെ ആ പോയ വഴികളിലൂടെ ഇങ്ങനെയാണ് എന്ന് ഉറപ്പായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റണമെങ്കിൽ ഞാൻ ആ വഴിയിലൂടെ കറക്റ്റായിട്ട് സഞ്ചരിച്ച് അവിടെ എത്തിയിരിക്കണം. അങ്ങനെ എത്തിയ ആളുകൾ കൃത്യമായിട്ടത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാറുമുണ്ട്. ഇത് എങ്ങും എത്താത്ത ആളുകൾ മിണ്ടാതെ ഇരുന്നിട്ട് കൂടെ ഇരിക്കുന്ന ആൾ പറയാണ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഈ ഫീൽഡിലുണ്ട്. അതുകൊണ്ട് സമാധിയാണെന്നും പറഞ്ഞുകൊണ്ട് ആരും പറഞ്ഞാൽ നിങ്ങളാരും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അത് ഞങ്ങൾക്കൊന്നും സാധിക്കാത്ത കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. പലപ്പോഴും ശരിക്കും സത്യസന്ധമായി സാധന ചെയ്യുന്ന ആളുകൾ അവർക്ക് ചില സമയത്ത് ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ വരും. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് പറഞ്ഞ ആരും എന്തു ചെയ്യാറില്ല, ജെനുവിനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ആൾ അത് വെച്ച് കാശുണ്ടാക്കാറില്ല, മറ്റുള്ള ആളുകളെ പിടിക്കാറില്ല. ഇനി ഈ ആളുടെ പ്രാരബ്ധങ്ങൾക്കനുസരിച്ച് ആരെങ്കിലും ശിഷ്യന്മാർ അന്വേഷിച്ചു വന്നാൽ ആ ആൾ അത് പറഞ്ഞു കൊടുത്തെന്നും ഇരിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുമ്പോൾ നിങ്ങളാരും പോയി അങ്ങനെ പെട്ടുപോകാതിരിക്കുക. പലപ്പോഴും ഈ സിദ്ധികളുടെ പുറകെ പോകുന്ന ആളുകൾക്കാണ് ഈ പറ്റുന്നത്. ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അവരുടെ അടുത്ത് പോയാൽ പറഞ്ഞു തരും. അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം, പിന്നെ ബിസിനസ് ഒന്ന് നന്നാക്കാനായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ഈ സിദ്ധി ഉണ്ടെന്ന് പറയുന്ന ആളുകളിലേക്ക് ഇവർ അടുക്കുന്നത്. അവസാനം ഒന്നും ഉണ്ടാകത്തില്ല, കയ്യിലിരിക്കണ കാശ് പോകണത് മിച്ചം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിശ്ചലായ നമഃ എന്ന് ഗുരുവിനെ നമ്മൾ പൂജിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന്
അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധികളെല്ലാം ഉണ്ടായിരുന്നു. ഗുരു അങ്ങനെ ഏറ്റവും ഉയർന്ന തലത്തിലായിരുന്നു. പക്ഷേ ഗുരു വളരെ അപൂർവമായിട്ട് മാത്രമേ അതൊക്കെ പ്രകടിപ്പിച്ചിരുന്നുള്ളൂ, സിദ്ധികൾ പോലും. അത് പരമാവധി മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെയാണ് ഗുരു സിദ്ധികളൊക്കെ പ്രയോഗിച്ചിരുന്നത്. ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് സിദ്ധികൾ ഗുരു അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അസുഖം മാറ്റാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ബിസിനസ് നന്നാക്കാൻ വേണ്ടിയിട്ടും, അങ്ങനെ വിദ്യയുടെ കാര്യത്തിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഗുരു അത്ഭുതകരമായ രീതിയിൽ സിദ്ധികൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വിഷയം അതല്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിന് സാക്ഷിയായിട്ട് വർത്തിക്കുന്ന സ്വരൂപമാണ് നാം ശരീരമല്ല അറിവാകുന്നു എന്ന് കൃത്യമായിട്ട് അവബോധത്തോടു കൂടി ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു അവബോധം ശിഷ്യനും ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഗുരു അങ്ങനെ നിശ്ചലനായ, ഈ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഗുരു എന്നുള്ള ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഗുരുവിന് പൂജ ചെയ്യേണ്ടത് എന്ന് നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗുരുവിനെ നമ്മൾ പൂജിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട ആ ഭാവം അതാണ്. അപ്പം അങ്ങനെ ഒരു തെളിച്ചത്തോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി നമ്മൾ ഗുരുവിൽ പൂജകൾ അർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കൃപാസിന്ധു നമ്മളിൽ കാരുണ്യം ചൊരിയും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ആ രീതിയിലേക്ക് തുറന്നു വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് വരുവാനായിട്ട്, നമുക്ക് ഗുരുവിനെ കാണുവാനായിട്ട്, പൂജിക്കുവാനായിട്ട് സാധിക്കണം. അപ്പം നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് ഗുരു എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനങ്ങളും, അതുപോലെയുള്ള ഭക്തിയും മറ്റ് എല്ലാ കാര്യങ്ങളും ചേർന്ന് വരണം, വിനയവും എല്ലാം ഉണ്ടാകണം. അല്ലാതെ ഞാനും ഗുരുവും ഒരുപോലെയാണ് എന്നും പറഞ്ഞിട്ട് തോളിൽ കൈയിട്ട് നടക്കുന്ന അതല്ല. അപ്പോൾ ഗുരുദേവനെ നമ്മൾ പൂജിക്കുമ്പോൾ, ഗുരുദേവനെ നമ്മൾ എവിടെയെങ്കിലും ആ രീതിയിൽ, ഇപ്പോൾ വിവാഹത്തിനായാലും ശരി, മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ വെച്ച് പൂജിക്കുമ്പോൾ ആ അർഹതപ്പെട്ട ആ ഒരു തലത്തിൽ തന്നെ ആയിരിക്കണം ഗുരുവിനെ നമ്മൾ പൂജിക്കേണ്ടത്. പലപ്പോഴും അത് കാണാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കുക. പിന്നെയോ, ഓം ബ്രഹ്മ ഭിന്ന വസ്തു ബോധഹീനായ നമഃ. അപ്പോൾ ബ്രഹ്മഭിന്ന വസ്തു, ഇവിടെ ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമായൊരു വസ്തു ഇവിടെ ഇല്ല. അങ്ങനെയുള്ള ആ അവബോധം അത് അല്ല എന്ന് തോന്നൽ വരുന്നില്ല. അപ്പോൾ ഇവിടെ ബ്രഹ്മത്തിൽ നിന്നും അഭിന്നമായിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ള ആ ബോധത്തോടുകൂടി, അവബോധത്തോടുകൂടി ഇരിക്കുന്നവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയാണ്. പൂർണ്ണമതഃ പൂർണ്ണമിതം അല്ലേ? അതാണ് ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമല്ല. നമ്മൾ ഉപനിഷത്തിൽ ഈ മന്ത്രം ചൊല്ലുമ്പോൾ അങ്ങനെയാണ്. പൂർണ്ണമതഃ, അത് പൂർണ്ണമാണ്. പൂർണ്ണമിതം, ഇതും പൂർണ്ണമാണ്. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. നമ്മൾ ഈ പൂർണ്ണത്തിൽ നിന്ന്, ഇവിടെ പൂർണ്ണമെന്ന് പറയുന്നത് പരമ്പൊരുളാണ്, ബ്രഹ്മമാണ്. അതിൽ നിന്ന് നമ്മൾ എത്ര എടുത്താലും അത് തന്നെയാണ് നിലനിൽക്കുന്നത്. നമ്മൾ ബ്രഹ്മാർപ്പണം ചൊല്ലാറുണ്ട്. ഗീതയിലെ 15-ാം അധ്യായത്തിൽ വരുന്ന ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, ബ്രഹ്മാർപ്പണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. അതിനകത്ത് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് ചൊല്ലി ജലം എടുത്ത് നമ്മൾ ഉപസ്തരിച്ചിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ അർപ്പിക്കുന്നത് ഇവിടെ ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഈ അവബോധത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി. ഇപ്പോൾ ഗുരു ഇവിടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമായിട്ടല്ല ചെയ്തിട്ടുള്ളത്.
ഇവിടെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം തന്നെയാണ് എന്നുള്ള അവബോധത്തോടു കൂടിയാണ് കാര്യങ്ങൾ ഗുരു ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ അവബോധത്തോടു കൂടി വസിക്കുന്ന ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഈ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം, ബ്രഹ്മ ഏവ ഗന്ധവ്യം. അപ്പോൾ ഈ എല്ലാം നമ്മൾ ഹോമത്തിലേക്ക് അർപ്പിക്കുന്ന അതും ഹവിസും അതുപോലെ ഇരിക്കുന്ന ആളും എല്ലാം പൂർണ്ണമായിട്ടും പരമ്പൊരുൾ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. ആ ഒരു അവബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ജീവൻമുക്തന് മാത്രമുണ്ടാകുന്ന അത്രമാത്രം സ്ഥിതപ്രജ്ഞത്വം നമുക്ക് വേണമെങ്കിൽ പറയാം. സ്ഥിതപ്രജ്ഞനാണ്. അങ്ങനെ ഗുരു സ്ഥിതപ്രജ്ഞനായി നിന്നുകൊണ്ട്, ജീവൻമുക്തനായി നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഈ കർമ്മങ്ങളെല്ലാം അരുവിപ്പുറത്തു നിന്ന് തുടങ്ങി ഗുരു മഹാസമാധി ഈ ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ അറിവിൻ്റെ നിറവിൽ നിന്നുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ശിഷ്യ പ്രധാനിയായ ചൈതന്യാനന്ദ സ്വാമികൾ ഈ ഒരു അനുഭവത്തെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത്. ബ്രഹ്മ ഭിന്ന വസ്തു ബോധഹീനായ നമഃ. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ നമ്മളിൽ കുറച്ചെങ്കിലും അങ്കുരിച്ചാൽ മാത്രമേ അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സ് കടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറും ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള രീതിയിലോ സമുദായ നേതാവ് എന്നുള്ള രീതിയിലോ നവോത്ഥാന നായകൻ എന്നുള്ള രീതിയിലൊക്കെ ചുരുങ്ങിപ്പോകും. നമുക്ക് ഗുരുവിലേക്ക് ആ പരിപൂർണമായിട്ടുള്ള ആ ഭക്തിയോ അല്ലെങ്കിൽ ആ ഒരു പരമ്പൊരുളാണ് ഗുരു എന്നുള്ള ആ തിരിച്ചറിവോ ഉണ്ടാകാതെ പോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലർക്കും ഗുരുവിനെ ആ രീതിയിൽ കാണാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ അങ്ങനെയല്ല ഗുരുവിനെ അവരുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ജാതി ഒരു മതം പറഞ്ഞ, കള്ള് ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുതെന്ന് പറഞ്ഞ, ജാതി ചോദിക്കരുതെന്ന് പറഞ്ഞ ഒരു ആൾ എന്ന് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ പരബ്രഹ്മ മൂർത്തി ആണ് ഗുരു. ആ പരബ്രഹ്മം ഒരു രൂപം കൈക്കൊണ്ട് വന്നതാണ് ഗുരു. ഈ പ്രപഞ്ചം മൊത്തം ഗുരുവിൻ്റെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുവാനുള്ള ആ ശക്തിവിശേഷം ഉള്ള മഹാത്മാവാണ്. എന്ത് ചോദിച്ചാലും നമുക്ക് ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലും അതെല്ലാം അറിഞ്ഞുകൊണ്ട് നൽകുന്ന, അത്രയും കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന, അതുപോലെ അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധികൾ ഉള്ള, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഗുണങ്ങളും നിറഞ്ഞ മഹാത്മാവായിരുന്നു ഗുരു, അല്ലെങ്കിൽ അങ്ങനെയാണ് ഗുരു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. അപ്പോൾ അത് അവരുടെ കുറ്റമല്ല. അവർക്ക് ആ രീതിയിൽ തിരിച്ചറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവരുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കാതെ പോയത്. സമൂഹം ഗുരുവിനെ ഒരു സമുദായത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കി, രാഷ്ട്രീയക്കാർ അവരുടെ രീതിയിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ഒതുക്കി, അതുപോലെ ജാതിയിൽ താല്പര്യമുള്ളവർ ആ രീതിയിൽ ഒതുക്കി, മതത്തിൻ്റെ ആളുകൾ ആ രീതിയിൽ, അങ്ങനെ ഏത് രീതിയിൽ നോക്കുമ്പോഴും അവരവരുടെ രീതിയിലേക്ക് ഗുരുവിനെ അവർ ചുരുക്കിക്കളയാൻ വേണ്ടിയുള്ള ശ്രമം. പക്ഷേ ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന് ഉടമയാണ്
ഋഷീശ്വരനാണ്, പരമ്പൊരുളാണ് ഗുരുവെന്ന് നമുക്ക് അവരെ വരും തലമുറയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ കൃതികളിലൂടെ നമ്മൾ അനുസ്യൂതം സഞ്ചരിക്കണം. നമ്മുടെ ഹൃദയം നിർമ്മലമാകണം. ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറുവാൻ ഈ 108 മന്ത്രങ്ങൾ ദിവസവും നമ്മൾ അർത്ഥസഹിതം ചൊല്ലുമ്പോൾ സാധിക്കും. അതിന് ഇടവരട്ടെ നമുക്ക് ഗുരുവിൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, മനമലർ നമുക്ക് ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കാം. അങ്ങനെ നമുക്ക് സദ്ഗതി ഉണ്ടാകുവാനായിട്ട്, ഈ മനുഷ്യജന്മം കൃതകൃത്യമാകുവാനായിട്ട് സാധിക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.